സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട, എന്നാൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന പ്രമേയം. സിനിമയുടെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തുപോകാത്ത അവതരണം. സാധാരണ പ്രേക്ഷകർക്ക് 2 മണിക്കൂർ എല്ലാം മറന്ന് ആസ്വദിക്കാനുള്ള കംപ്ലീറ്റ് പാക്കേജാണ്. ആസിഫ് അലിയെ നായകനാക്കി സേതുനാഥ് പത്മകുമാർ സംവിധാനം ചെയ്ത ആഭ്യന്തര കുറ്റവാളി. കിഷ്കിന്ധാകാന്ഡം, രേഖാചിത്രം, സർക്കീട്ട് എന്നിവയ്ക്കുശേഷം പ്രദർശനത്തിനെത്തിയ ആസിഫ് അലി ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി. തൃശൂർ അന്തിക്കാട് സ്വദേശിയായ സഹദേവനും ഇടുക്കിക്കാരിയായ നയനയും തമ്മിലെ വിവാഹവും തുടർന്ന് ബന്ധത്തിലുണ്ടാവുന്ന വിള്ളലുകളുമാണ് ചിത്രത്തെ മുന്നോട്ടു നയിക്കുന്നത്. ആവശ്യപ്പെടാതെ തന്നെ 100 പവൻ സ്ത്രീധനമായി ലഭിച്ച കല്യാണത്തെ തുടർന്ന് നയനയുടെയും പിതാവിന്റെയും താത്പര്യങ്ങൾക്കു നടുവിൽ പെട്ടുപോകുന്ന സഹദേവൻ എന്ന കഥാപാത്രത്തെയാണ് ആസിഫ് അലി അവതരിപ്പിക്കുന്നത്. സഹകരണ സംഘത്തിലെ താത്കാലിക ക്ലർക്കാണ് സഹദേവൻ. നയനയായി തുളസി എത്തുന്നു. നയനയുടെ പരാതിയിൽ സഹദേവനെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കുകയും തുടർന്നുണ്ടാവുന്ന നാടകീയതകളുമാണ് ചിത്രത്തെ മുന്നോട്ടു നയിക്കുന്നത്. സിനിമ പറയാനുദ്ദേശിക്കുന്ന പ്രമേയം നേരത്തെ പുറത്തിറങ്ങിയ ട്രെയിലറിൽ നിന്നുതന്നെ ഏറെക്കുറെ വ്യക്തമായിരുന്നു. എന്നാൽ ആ പ്രവചനങ്ങൾ ആസ്വാദനത്തെ ബാധിക്കുന്നില്ലെന്നതാണ് ചിത്രത്തിന്റെ വിജയങ്ങളിലൊന്ന്. നൈസാം സലാം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നൈസാം സലാം നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സേതുനാഥ് പത്മകുമാറാണ്. അദ്ദേഹം തന്നെയാണ് കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്ന പ്രമേയത്തിന് അകത്തുനിന്നുകൊണ്ടുതന്നെയുള്ള തിരക്കഥയാണ് ചിത്രത്തിന്റെ ശക്തികളിലൊന്ന്. അത് ആസ്വാദകനെ പിടിച്ചിരുത്തും വെള്ളിത്തിരയിലെത്തിക്കാൻ സംവിധായകനായ സേതുനാഥിനും സാധിക്കുന്നുണ്ട്. ചിത്രം കൈകാര്യം ചെയ്യുന്ന പ്രമേയം അതിന്റെ ശരിതെറ്റുകൾക്കപ്പുറത്ത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. പറയാനുദ്ദേശിക്കുന്നത് പഴുതുകളില്ലാതെ അവതരിപ്പിക്കാൻ തിരക്കഥയ്ക്കും അതിന്റെ ദൃശ്യഭാഷയ്ക്കും സാധിക്കുന്നുണ്ട്. പ്രമേയത്തെയും കഥാഗതിയെയും ബലപ്പെടുത്തുന്ന ഉപകഥകളും ചിത്രത്തിന്റെ അടിസ്ഥാന കഥയോട് ചേർന്നു നിൽക്കുന്നുണ്ട്. ഇവിടെ വന്നുപോകുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരുടെ പ്രകടനം എടുത്തുപറയേണ്ടതാണ്. ട്രെയിലർ മുതൽ തുടങ്ങി ചിത്രത്തിലേക്കും നീളുന്ന പ്രേക്ഷകനെ കബളിപ്പിക്കാനുള്ള കൊച്ചു കൊച്ചു ശ്രമങ്ങൾ വിജയിച്ചുവെന്ന് തന്നെ വേണം വിലയിരുത്താൻ. ഏകപക്ഷീയമായി പോവുമായിരുന്ന വിഷയത്തിൽ മെറിറ്റിലൂന്നി സന്തുലിതമായി മറ്റുവശങ്ങളും ഉൾപ്പെടുത്താൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. അടിമുടി കത്തുമ്പോഴുള്ള വെളിച്ചം പ്രകാശമായി തോന്നുമെന്ന ചിത്രത്തിലെ സംഭാഷണം കടമെടുത്താൽ സ്വയമെരിഞ്ഞ് പ്രകാശം പരത്താനാണ് ചിത്രം ശ്രമിക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കുമെന്നത് ചിത്രത്തെ തുടർന്ന് ഇനി നടക്കാനിരിക്കുന്ന ചർച്ചകൾ വ്യക്തമാക്കേണ്ടതാണ്. ആസിഫ് അലിയുടെ പ്രകടനം പ്രത്യേക പ്രശംസയർഹിക്കുന്നുണ്ട്. നമുക്കെല്ലാം പരിചിതനായ നാട്ടിൻപുറത്തുകാരനായി, കൂട്ടുകാരനായി, വീട്ടിലൊരാളായി ആസിഫ് തന്റെ ഭാഗം ഭംഗിയാക്കുന്നുണ്ട്. വൈകാരിക രംഗങ്ങൾ അവതരിപ്പിക്കാനുള്ള കൈയടക്കം ആസിഫ് വീണ്ടും തെളിയിക്കുന്നുണ്ട്. അഭിഭാഷക വേഷങ്ങൾ ചെയ്യുന്ന ജഗദീഷും വിജയകുമാറും സഹദേവന്റെ സുഹൃത്തുക്കളായ ആനന്ദ് മന്മഥൻ, അസീസ് നെടുമങ്ങാട്, സഹദേവന്റെ മാതാപിതാക്കളുടെ വേഷത്തിലെത്തിയ ബാലചന്ദ്രൻ ചുള്ളിക്കാട്, നീരജ രാജേന്ദ്രൻ എന്നിവരും മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. വളരെ കുറച്ചുനേരം മാത്രമേയുള്ളൂവെങ്കിലും സിനിമയെ ആകെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നതാണ് ഹരിശ്രീ അശോകന്റെയും സിദ്ധാർത്ഥ് ഭരതന്റെയും പ്രകടനങ്ങൾ. നായികമാരായ തുളസിയും ശ്രേയ രുക്മിണിയും അവരുടെ ഭാഗങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട്. ബിജിപാലിന്റെയും മുത്തുവിന്റെയും ക്രിസ്റ്റി ജോബിയുടെയും പാട്ടുകൾ ചിത്രത്തിന്റെ ഓരോ മൂഡുകളെയും അങ്ങനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ചിത്രത്തിന്റെ ഒഴുക്കിലേക്ക് പ്രേക്ഷകനെ കൂടി വലിച്ചിടുന്നതാണ് രാഹുൽ രാജിന്റെ പശ്ചാത്തല സംഗീതം. അജയ് ഡേവിഡ് കാച്ചപ്പിള്ളിയുടെ ദൃശ്യങ്ങൾ ചിത്രത്തെ കൂടുതൽ മനോഹരമാക്കുമ്പോൾ സോബിൻ കെ സോമന്റെ എഡിറ്റിംഗ് ആസ്വാദകനെ ചിത്രത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്നു.